വേലിയേറ്റ ദുരിതം അനുഭവിക്കുന്ന ഇടക്കൊച്ചി നിവാസികൾക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വലിയകുളം മൈതാനത്ത് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നമുക്ക് ഒരുമിച്ച് നേരിടാം, അതിജീവിക്കാമെന്ന വിഷയത്തിൽ നടന്ന കൺവെൻഷനിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പരിഹാര മാർഗങ്ങൾ ഉയർന്നു. ജനകീയ സമിതി ചെയർമാൻ മാനുവൽ നിക്സൺ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ കൊച്ചി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വേലിയേറ്റ ദുരിതം അനുഭവിക്കുന്ന ഇടക്കൊച്ചി നിവാസികളുടെ പ്രശ്നപരിഹാരത്തിനായി ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. PK കുട്ടിക്കൃഷ്ണൻ വൈദ്യൻ സ്ക്വയറിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് ഉപയോഗിച്ച് സ്ലൂയിസ് നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് പ്രദേശത്തു നിന്ന് തന്നെ എതിർപ്പ് ഉണ്ടായതിന്റെ ഭാഗമായി ആ നിർമ്മാണ പ്രവർത്തനം നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അത് പിന്നീട് ആ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നു. ആ ഫണ്ട് ലാപ്സായി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. പ്രധാനമായും ഈ വിഷയത്തിനകത്ത് ഇറിഗേഷന്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട ചില നീക്കങ്ങളെ കുറിച്ചായിരുന്നു നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ ചെയ്തു. അപ്പോഴാണ് നഗരസഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. നഗരസഭ സ്വാഭാവികമായും ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആ വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കുന്നത്. തികച്ചും മനുഷ്യത്വപരമായ കാര്യമാണ് ജനകീയ സമിതിയും ഇവിടെയുള്ള നാട്ടുകാരും മറ്റ് സംഘടനകളും ആവശ്യപ്പെടുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി ഇടപെടാനുള്ളൊരു മനസ്സ് എനിക്കും ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി ജനങ്ങളുടെ സഹായത്തോടെ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിനായിരുന്നു കൺവെൻഷൻ നടത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കൗൺസിലർ അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ താലൂക്ക് ഓഫീസ് സമരത്തെ തുടർന്ന് ദുരന്ത നിവാരണ സമിതിയിൽ നിന്ന് കൊച്ചി കോർപ്പറേഷന് ജില്ലാ കളക്ടർ 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ച് ഇടക്കൊച്ചിയിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാൻ അനുമതിയായതായും ഇറിഗേഷൻ വകുപ്പ് 2 ആഴ്ചകൾക്കകം നടപടികൾ ആരംഭിക്കുമെന്നും കൗൺസിലർ അറിയിച്ചു. ജനകീയ സമിതി ചെയർമാൻ മാനുവൽ നിക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനകീയ സമിതി ജനറൽ കൺവീനർ VV ശിവപ്രസാദ്, 16ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, 15ാം ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസൻ, NA ജനമേ ജയൻ, NN ഷാജി, KL ലിജേഷ്, രജിത് ശ്രീ സരസ്, അനീഷ് P അരവിന്ദ്, CK പ്രദീപ്, നിതീഷ് NP, വിനു വർഗീസ്, ഷൈനി ജൂബിൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി അനക്കമില്ലാതെ കിടന്ന പല പദ്ധതികളും ഇന്ന് ജനങ്ങളുടെ കൂട്ടായ്മയിൽ അത് വിജയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഡിവിഷൻ കൗൺസിൽ എന്ന നിലയിൽ എൻ്റെ ഡിവിഷനിലേക്ക് 16ാം ഡിവിഷനിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം തൊട്ടപ്പുറത്തുന്ന, അതുകൂടാതെ പല മേഖലകളിൽ നിന്നും വെള്ളം ഉയരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിൽ വേറിയിട്ട് സമയത്ത് വന്നാൽ കാണുവാൻ സാധിക്കും. മുറ്റത്തെ കോലായി വരെ പുതിയ തറവാടില്ല, അവിടെ വരെ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ആ 2 സ്ലൂയിസുകൾ നിർമ്മിച്ചാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു ഏകദേശം 8ഓളം കുടുംബങ്ങൾ വെള്ളത്തിലാകും. അതിന് പരിഹാരമായിട്ട് പ്രദേശവാസികൾ നിർദ്ദേശിച്ചത് അതിന് തൊട്ടടുത്തുള്ള ഭാഗം കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 2021 വർഷം മുതൽ അതിനുവേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി മേയറെ കണ്ട് മേയർ അതിന് പേയ്മെന്റ് പ്രയോറിറ്റി നൽകി വർക്ക് തുടങ്ങാനായിട്ട് വന്നത് 2020. അതിന് നമ്മൾ ടെൻഡറും റീടെൻഡർ നെഗോസിയേഷനൊക്കെ ഇട്ട് അതിനുശേഷമാണ് ബാബു ജോസഫ് എന്ന് പറഞ്ഞ കരാറുകാരൻ ആ വർക്ക് ഏറ്റെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി. KR ഒപ്റ്റിക്കൽസ് 1008 ജംഗ്ഷൻ, അരൂക്കുറ്റി, വടുതല.